Hi all, welcome back to Easy English. ഏഴാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ലെസനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്, ഒരു യാത്ര വിവരണമാണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്, ഓർമ്മക്കുറിപ്പാണ്. ഇപ്പോൾ ജപ്പാനീസ് പേരുകളുണ്ടാകും. ഇപ്പോൾ ഇത് എഴുതിയ ആ വ്യക്തിയുടെ പേര്, ആ ലേഡിയുടെ പേര് ടെറ്റ്സുക്കോ കുറോയാനാഗി ആണ്. ടെറ്റ്സുക്കോ കുറോയാനാഗി. അപ്പോൾ ഇവർ ഒരു ജാപ്പനീസ് ആക്ട്രസ്, ഒരു നടിയുമാണ്, അതുപോലെ തന്നെ ടെലിവിഷൻ പേഴ്സണാണ്, ഒരു അവതാരകയായിട്ടുള്ളൊരു ലേഡിയായിരുന്നു. പിന്നെ യൂണിസെഫിൻ്റെ ഗുഡ് വിൽ അംബാസഡറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഭാഗം വായിക്കാം. ലെറ്റ്സ് റീഡ് അബൌട്ട് എ ലിറ്റിൽ ഗേൾ who went on a school trip which gave her a lot of fun and thrill. നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. അബൌട്ട് എ ലിറ്റിൽ ഗേൾ, ഒരു ചെറിയ കുട്ടിയുടെ കഥ. ഹു വെൻറ്റ് ഓൺ എ സ്കൂൾ ട്രിപ്പ്, അവളൊരു സ്കൂൾ ട്രിപ്പിൽ പോയി. വിച്ച് ഗേവ് ഹർ എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ത്രിൽ, അവൾക്ക് ഒരുപാട് ത്രിൽ, ഫൺ, സന്തോഷമൊക്കെ നൽകി ആ ട്രിപ്പ്. ദിസ് എക്സെപ്റ്റ്, അതായത് നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഈ ലെസൺ, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു ലെസൺ ഉണ്ടല്ലോ, അതാണ് ഇവിടെ എക്സെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് റൈറ്റിംഗ്, അതായത് എഴുത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളതാണ്, ഒരു ഭാഗം. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. അപ്പോൾ ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന വർക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. ആ ലേഡിയുടെ പേര് ടെറ്റ്സുക്കോ കുറോയാനാഗി. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചൂടുള്ള നീരുറവ, അതായത് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു ഭാഗത്ത് മാത്രം എന്താണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചൂടുള്ള വെള്ളം ഉണ്ടാവും. അതാണ് ഹോട്ട് സ്പ്രിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ചില രാജ്യങ്ങളിൽ ചില ഭാഗത്തൊക്കെ അതുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ കൂടുതൽ ചൂടുണ്ടാകും, അത് പൊള്ളലേൽക്കും, ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. പക്ഷെ എന്താണ്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല തണുപ്പുള്ള സ്ഥലത്ത് എന്താണ് ഒരു 20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എന്താ പറയുക ഒരു ചൂടൊക്കെ വരുമ്പോൾ എന്താണ്, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ആ ചൂട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സോ അത്തരം ഒരു നീരുറവ ഉള്ള സ്ഥലമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്കുള്ളൊരു യാത്ര ടോട്ടോ ചാനും സംഘവും അവരുടെ ഈ ടോട്ടോ ചാൻ എന്ന പെൺകുട്ടിയുടെ ഫ്രണ്ട്സും ഒക്കെ സ്കൂളിൽ നിന്ന് പോയൊരു യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണമാണിത്. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. നമുക്ക് നോക്കാം. സമ്മർ വെക്കേഷൻ കെയിം ടു എൻ എൻഡ്. വേനൽക്കാല വെക്കേഷൻ അല്ലെ സമ്മർ വെക്കേഷൻ എന്തായി? അവസാനിച്ചു. കെയിം ടു എൻ എൻഡ് മീൻസ് എൻഡിഡ്, അവസാനിച്ചു. ആൻഡ് ദ ഡേ of the trip to the hot spring resort finally arrived. അതായത് ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള ആ ഒരു ട്രിപ്പിൻ്റെ ദിവസം അറൈവ്ഡ്, എത്തിച്ചേർന്നു. ആ സമയമായി, ആ ട്രിപ്പിൻ്റെ യാത്രയുടെ സമയമായി. ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് അറ്റ് ടൊമോ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടൊമോ ആ സ്കൂളിൻ്റെ പേരാണ്. അവർ അപ്പോൾ ജാപ്പനീസ് പേരുകളായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ടൊമോ എന്ന അവരുടെ സ്കൂളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ ടൂറ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ ടൂർ പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൂർ പോകുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ടൂറിൻ്റെ ദിവസം തന്നെയായിരിക്കും. അതാണ് ഏറ്റവും വലിയ ഇവൻറ്റ്. സോ ഈ ടൊമോ എന്ന സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇവൻ്റ് ആയിരുന്നു അത്. ദ ട്രിപ്പ് വാസ് ടു എ സീ സൈഡ് സ്കൂൾ അറ്റ് എ പ്ലേസ് കോൾഡ് ടോയ് on the Izu Peninsula in ഷിസുവോക്ക. ഷിസുവോക്ക സ്ഥലങ്ങളാണ് അവിടുത്തെ ജപ്പാനിലെ സ്ഥലങ്ങളാണ്. ഷിസുവോക്ക എന്ന സ്ഥലത്ത് ഇസു പെനിൻസുല ഉണ്ട്. അപ്പോൾ പെനിൻസുല എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ഭാഗത്തോളം വെള്ളത്താൽ മൂടപ്പെട്ട പ്രദേശം, ഉപദ്വീപ് എന്ന് പറയാം. അപ്പോൾ ദ്വീപ് മുഴുവൻ ഭാഗവും എന്താണ്, എല്ലാ ഭാഗവും 4 വശത്തും വെള്ളമാണെങ്കിൽ പെനിൻസുലയിൽ 3 ഭാഗം എന്താണ്, വെള്ളമാണ്. സോ ഇസു എന്ന് പേരുള്ള ഈ പെനിൻസുല അത് എവിടെയുള്ളത്? ഷിസുവോക്കയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് അവിടെയുള്ള ടോയ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവരുടെ ട്രിപ്പ്, യാത്ര ചെയ്യുന്നത്, ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ. നേരത്തെ തുടങ്ങിയ സമയത്തെ പറഞ്ഞല്ലോ എന്താണ് ഹോട്ട് സ്പ്രിംഗ് എന്നുള്ളത്. സോ അവിടെ സീയിൽ, കടലിൽ എന്തുണ്ട്?
ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, ചൂടുള്ള നീരുറവുണ്ട്. where the children could both swim and take a hot bath. അവിടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നീന്താം, സ്വിം ചെയ്യാം, നീന്താം, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം. The trip would last 3 days and 2 nights. ഈ ട്രിപ്പിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 ദിനങ്ങൾ, 3 പകലും അതുപോലെ തന്നെ 2 nights, 2 രാത്രികളുമാണ്. One of the students' father had a vacation home there. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു രക്ഷിതാവ്, ഒരു ഫാദറിന് അവിടെ ഒരു വെക്കേഷൻ ഹോം ഉണ്ട്. വേർ ഓൾ 50 ഓഫ് ദ ടോമോ സ്റ്റുഡൻസ്, സ്കൂളിൻ്റെ പേരാണ് ടോമോ. സോ ഇവിടെ നിന്നുള്ള 50 കുട്ടികളാണ് യാത്ര ചെയ്യുന്നത്. ഈ 50 കുട്ടികളും ഫ്രം ദ 1st to 6th grades could stay. അതായത് 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള 50 കുട്ടികളാണ് പോകുന്നത്. ഈ 50 കുട്ടികൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ മാത്രം സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിന് അവിടെ വെക്കേഷൻ ഹോം ഉണ്ട്. അത് വളരെ വിശാലമാണ്. 50 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രം വലിയതാണ്. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. ഇപ്പോൾ ടൂറിൻ്റെ കാര്യം വരുമ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത് വീട്ടുകാർ സമ്മതിക്കുമെന്നാണ്. സോ ടോട്ടോ ചാൻ എന്ന ഈ പെൺകുട്ടി, ഇതാ പിക്ചറിൽ കാണുന്നുണ്ടോ, ആ ചെറിയ കുട്ടി, ഇവളുടെ ഏറ്റവും വലിയ ടെൻഷൻ അമ്മ അനുവദിക്കുമോ എന്നുള്ളതായിരുന്നു. മം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? ഞാൻ ട്രിപ്പിന് പോകട്ടെ എന്നവൾ ചോദിക്കുക. ഷീ ആസ്ഡ് ഹെസിറ്റൻ്റ്ലി, അല്പം മടിച്ചുകൊണ്ട് ചോദിക്കുന്നു. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ. എന്നാൽ അവളുടെ അമ്മക്ക് ഹെഡ് മാസ്റ്ററിൻ്റെ കത്ത് നേരിട്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ്. മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ്, തീരുമാനിച്ചിരുന്നു. ടോട്ടോ ചാൻ്റെ അമ്മ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. എന്തിന്? ടു ലെറ്റ്, അനുവദിക്കാൻ. ടോട്ടോ ചാൻ ഗോ, ടോട്ടോ ചാന് പോവാൻ അനുവദിക്കാൻ അമ്മ ആദ്യമേ തീരുമാനമെടുത്തിരുന്നു. സോ അത് ഗ്രാൻഡ് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. നൗ ദെൻ said the headmaster when they had all assembled to start the trip. ട്രിപ്പ് പോകുന്നതിന് മുമ്പ് കുട്ടികളെല്ലാം ഒന്ന് അസംബിൾ ചെയ്യും അല്ലേ, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടും. സോ സ്കൂൾ ഹെഡ് മാസ്റ്റർ അവരോട് പറയണം, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. ആദ്യം നമ്മൾ ട്രെയിനിൽ പോകും, പിന്നെ ഷിപ്പിൽ പോകും. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. ആരും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കാണാതെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. കുട്ടികളെന്താണ് കാണാതെ ആവില്ല ചിലപ്പോൾ അവരിങ്ങോട്ട് നടന്നാൽ. സോ അങ്ങനെ ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആകെ പ്രിൻസിപ്പൽ നൽകിയ ഒരു ഇൻസ്ട്രക്ഷൻ അത്ര മാത്രമാണ്. ആരും അലഞ്ഞിരിഞ്ഞ് പോയിട്ട് കൂട്ടത് തെറ്റിപ്പോവരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. Yet the children were amazingly well behaved in the train. അപ്പോൾ ട്രെയിനിൽ എല്ലാ കുട്ടികളും വെൽ ബിഹേവ്ഡ് ആയിരുന്നു, നല്ല സ്വഭാവത്തിലിരുന്നു. പ്രത്യേകം ഇൻസ്ട്രക്ഷനൊന്നും അതിന് എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം എന്നൊന്നും ആ സമയത്ത് ടൂറിന് മുമ്പൊന്നും പ്രിൻസിപ്പൽ പറഞ്ഞതുപോലും ഇല്ല. എന്നിട്ടും കുട്ടികളെല്ലാം നല്ല രീതിയിലാണ് ഇരുന്നത്. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ്. കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രെയിനിൻ്റെ ബോഗിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ട്രെയിനിൻ്റെ ബോഗിയെ നമുക്ക് കാർ എന്ന് വിളിക്കാം. സോ ഈ കാറിലൂടെ ആരും ഓടിക്കളിച്ച്, ചെറിയ കുട്ടികളാകുമ്പോൾ നന്നായിട്ട് ഓടിക്കളിക്കും, പക്ഷെ ഇവിടെ ആരും ഓടിക്കളിച്ചില്ല. ആൻഡ് ദി ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വയറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അപ്പം ഇവിടെ സംസാരം വളരെ മിതമായി പതുക്കെയായിരുന്നു, ക്വയറ്റ്ലി ആയിരുന്നു. എങ്ങനെ? അങ്ങനെ ദൂരത്തിരിക്കുന്ന കുട്ടികളോടല്ല സംസാരിക്കുന്നത്. എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ, അരികിരിക്കുന്ന കുട്ടിയോട് മാത്രം അവർ സംസാരിച്ചു. അതായത് അലമ്പും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. The Tomo pupils means students, had never been actually told how to behave in public. അപ്പം ഈ ടോമോ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, പബ്ലിക്കിൽ പൊതു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ബിഹേവ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് സംഹൗ their school life had instilled into them the basics of decency and good behavior. പക്ഷേ സ്കൂൾ ലൈഫിൽ തന്നെ എങ്ങനെയൊക്കെയോ ഇൻസ്റ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുത്തിവെക്കുക എന്നാണ്. അതായത് സൂചി കൊണ്ട് കുത്തിവെച്ചു എന്നല്ല, അവരിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നിട്ടുണ്ട് നല്ല മര്യാദകളൊക്കെ. സോ അതാണ് ഇൻ ടു ദം ദ ബേസിക്സ് ഓഫ് ഡീസെൻസി. ഡീസെൻസിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഗുഡ് ബിഹേവിയർ, നല്ല ബിഹേവിയർ ഒക്കെ. ദേ നെവർ ബുല്ലീഡ്. അത് സാധാരണ സ്കൂളുകളിലൊക്കെ കാണുന്ന കാര്യമാണ്. കുട്ടികളെ വിരട്ടും. അവിടുത്തെ സീനിയേഴ്സ്, മുതിർന്ന ആൾക്കാർ
അത്യാവശ്യം തണ്ടും തടിയുള്ളവർ താഴെയുള്ളവരെ വിരട്ടും, ഭീഷണിപ്പെടുത്തും. അതാണ് ബുല്ലി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ കുട്ടികൾ ആരും ബുല്ലി ചെയ്തില്ല. ദേ നെവർ ബുല്ലീഡ് അതേഴ്സ്. ആരെയും ത്രെറ്റൻ ചെയ്തില്ല, ഭീഷണിപ്പെടുത്തിയില്ല. നെവർ ടുക്ക് ടു അൺറൂളി ബിഹേവിയേഴ്സ്. ആരും ആ ഒരു സ്വഭാവം കാണിച്ചില്ല. ടുക്ക് ടു എന്ന് പറഞ്ഞാൽ സ്വഭാവം കാണിച്ചില്ല. എന്ത് സ്വഭാവം? അൺറൂളി ബിഹേവിയർ, ബാഡ് ബിഹേവിയർ കാണിച്ചില്ല. പിക്ഡ് അപ്പ് ലിറ്റർ വേറെവർ ദേ ഫൗണ്ട് ഇറ്റ്. എവിടെയൊക്കെ ലിറ്റർ വേസ്റ്റ് കണ്ടോ അവരെന്ത് ചെയ്യും? അതെടുക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല സ്പോർട്സുകളിൽ പ്രോഗ്രാമൊക്കെ കഴിയുമ്പം ജാപ്പനീസ് കാണികളൊക്കെ എന്ത് ചെയ്യും? അവിടെ സ്റ്റേഡിയം വൃത്തിയാക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതവർ സ്കൂളിൽ നിന്നും പഠിക്കുന്ന ഒരു പാഠാണ്. സോ ലിറ്റർ എന്ന വേസ്റ്റ് ആണ്. വേസ്റ്റ് എവിടെ കണ്ടാലും അവർ പിക്ക് ചെയ്യും. wherever they found it and never annoyed or disturbed others. മറ്റുള്ളവരെ അവരെന്ത് ചെയ്യില്ല? ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്തതേയില്ല. ഇനിയോ, ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് ടോട്ടോ ചാൻ എന്ന നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ഈ പെൺകുട്ടിയായിരുന്നു. പ്രധാനപ്പെട്ട കഥാപാത്രം ഈ പെൺകുട്ടിയായിരുന്നു ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. കാരണം ഇൻ ഹെർ ഓൾഡ് സ്കൂൾ, ഇത് അവളുടെ പുതിയ സ്കൂളാണ്. ടോമോ എന്നത് പുതിയ സ്കൂളാണ്. പക്ഷെ പഴയ സ്കൂൾ എങ്ങനെയായിരുന്നു അറിയോ? ഓൾഡ് സ്കൂളിൽ എങ്ങനെയായിരുന്നു അവൾ ടോട്ടോ ചാൻ? ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. വിശ്വസിക്കാൻ പ്രയാസമാണ്, അത്രയും വികൃതിയായിരുന്നു അവൾ. അൺഇമാജിനബിൾ, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള, ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവൾ ചെയ്തിരുന്നു. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസിഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. അതായത് ഇവളുടെ പഴയ സ്കൂളിൽ ടോട്ടോ ചാൻ പഠിക്കുന്ന സമയത്ത് ക്ലാസ് നടക്കുന്നുണ്ടാവും, അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്തും ഈ ജനലിലൂടെ പുറത്തുള്ള മ്യൂസിഷ്യൻസിനോട് ഇവളൊക്കെ പോയി സംസാരിക്കും. അറ്റ് ടോമോ ഫ്രം ഹെർ ഫസ്റ്റ് ഡേ ഷി വാസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ് ആൻഡ് ഡിഡ് ഹെർ ലെസൺസ് പ്രോപ്പർലി. എന്നാൽ ടോമോ എന്ന ഈ സ്കൂളിൽ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ക്ലാസ്സിൽ വളരെ അറ്റൻറ്റീവായിരുന്നു, വളരെയധികം ശ്രദ്ധാലുവായിരുന്നു ഇവള്. മാത്രമല്ല നന്നായിട്ട് പഠിക്കുകയും ചെയ്തു, നന്നായിട്ട് ലെസൺസൊക്കെ പ്രോപ്പർലി പഠിച്ചു. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾഡ് സ്കൂൾ സോ ഹെർ നൗ, ഇവളുടെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങാനും ഇപ്പോൾ അവളെ കണ്ടാൽ ദേ വുഡ് നോട്ട് ബിലീവ് ദെയർ ഐസ്. അവരുടെ കണ്ണുകളെ ആ ടീച്ചേഴ്സ് വിശ്വസിക്കുകയില്ല. കാരണം അത്രയധികം ടോട്ടോ ചാൻ മാറി. അന്ന് നല്ല വികൃതി കുട്ടിയായിരുന്നു, നല്ല കുട്ടിയായി. ഷുവർലി ഇറ്റ്സ് നോട്ട് ടോട്ടോ ചാൻ. അവർ പറയും ഇത് ടോട്ടോ ചാൻ അല്ല എന്നാ പറയാം. ദേ വുഡ് ഹാവ് സെഡ്, അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. ഇത് ടോട്ടോ ചാൻ എന്നല്ല, ഇത് മറ്റാരും ആണ് എന്ന് വേണമെങ്കിൽ പറയും. അത്രയധികം വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അറ്റ് നുമാസു ഒരു സിറ്റിയാണ്, ജപ്പാനിലെ സിറ്റിയാണ്. ഈ നുമാസു സിറ്റിയിൽ വെച്ചിട്ട് ദേ എംബാക്ട് ഓൺ എ ഷിപ്പ്. എംബാക്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടഡ് എന്നാണ് കേട്ടോ, യാത്ര ആരംഭിച്ചു. എംബാക്ട് ഓൺ എ ഷിപ്പ്, ഷിപ്പിൽ യാത്ര ആരംഭിച്ചു. ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ദേ ഹാഡ് ഓൾ ഡ്രീംഡ് അബൌട്ട്. അവരെല്ലാം സ്വപ്നം കണ്ട പോലെയുള്ള ഒരു ഷിപ്പിൽ അതുപോലൊരു യാത്രയായിരുന്നു അവർക്ക് കിട്ടിയത്. ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്, ഒരു വലിയ ഷിപ്പൊന്നും ആയിരുന്നില്ല അത്. ബട്ട് ദേ വർ ഓൾ സോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. കോർണർ, മൂല അല്ലേ, ഓരോ ഭാഗവും, ഓരോ മുക്കും മൂലയും. ഡെക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ നടക്കാനുള്ള ഭാഗമാണ്. സോ ഈ ഷിപ്പിലെ ഡെക്കിൽ നടക്കാനുള്ള ഭാഗത്ത് ഓരോ മുക്കിലും മൂലയിലും ഇവർ നടന്നു കണ്ടു. പുല്ലിങ് അറ്റ് ആൻഡ് പോക്കിംഗ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. അവരെല്ലാം തൊട്ടു. അതുപോലെ തന്നെ അവർക്ക് കൈയിടാൻ പറ്റിയിടത്തൊക്കെ അവർ കൈയിട്ട് നോക്കുന്നുണ്ട്. സോ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാണ്. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. എന്നാൽ പെട്ടെന്ന് തന്നെ സീ എന്തായി? റഫായി മാറി. ഓക്കെ, അതായത് ഭയങ്കര വിൻഡി, ഭയങ്കര കാറ്റടിച്ചു, സ്റ്റോമി, വലിയ വേവ്സ് ഒക്കെ വന്നു, വലിയ തിരമാലകളൊക്കെ വന്നു. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. അപ്പം ടോട്ടോ ചാൻ എന്താണ്, ചെറുതായിട്ടൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലായ്മ വന്നു. ആസ് ഡിഡ് സം അതേഴ്സ്, മറ്റുള്ളവർക്ക് ഉള്ള പോലെ തന്നെ. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ റോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടിയപ്പോൾ one of the older boys stood amidship and ran from one side to the other saying oops. അപ്പോൾ ഷിപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അതിനനുസരിച്ച് ഈ ബോയ്സ് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാണ്. അമിഡ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പിനിടയിൽ, ഇൻ ദ മിഡിൽ ഓഫ് ദ ഷിപ്പ്. ഓക്കെ, ഷിപ്പിൽ വെച്ചുകൊണ്ട് ബോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ആടി. അപ്പോൾ അവർ ഊപ്സ് എന്ന് ശബ്ദം ഉണ്ടാക്കി.
It was so funny that the children couldn't help laughing even though they felt so seasick. സീസിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൽ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കുറച്ചധികം യാത്ര ചെയ്താൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വരും, അവർക്ക് ഛർദ്ദിക്കാൻ വരും, തലകറക്കം ഉണ്ടാവും, ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അതാണ് സീസിക്ക് എന്ന് പറഞ്ഞാൽ, അത്രേ ഉള്ളൂ. സോ എല്ലാവരും സീസിക്ക് ആണെങ്കിലും അവരെന്താണ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ചിൽഡ്രൻ കുഡിൻ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ കുഡിൻ സ്റ്റോപ്പ് ലാഫിങ്. എല്ലാവരും പൊട്ടിച്ചിരിച്ച് എൻജോയ് ചെയ്യാണ്. എല്ലാവരും സീസിക്ക് ഉണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നു. വെൻ ദേ ഡിസെംബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി, ഗോട്ട് ഓഫ് ദ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദ ഊബ്സ് ബോയ്, അതായത് ഊബ്സ് എന്ന ശബ്ദം ഉണ്ടാക്കിയ ബോയ്സ് ഉണ്ടല്ലോ, ബിഗാൻ ടു ഫീൽ സിക്ക് ജസ്റ്റ് വെൻ എവരിവൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. അതായത് ഷിപ്പ് ഇങ്ങനെ റോക്ക് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയപ്പോൾ ഈ ബോയ്സുകൾ കളിക്കുകയാണ്, ചില ബോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് അവർ അങ്ങോട്ടും ഓടി കളിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് ഭയങ്കര ഒരു സീ സിക്നെസ് ഉണ്ടായി. എന്നാൽ എല്ലാവരും ഷിപ്പ് ഇറങ്ങി എല്ലാവരും ഓക്കെ ആയപ്പം ഈ കുട്ടികൾക്കായി പിന്നെ സീ സിക്നെസ്. അതാണ് പറഞ്ഞത്. The spa at Toy was in a quiet, beautiful village on the sea, surrounded by wooded hills. ടോയിൽ ഒരു സ്പാ ഉണ്ട്. സ്പാ എന്ന് പറയുമ്പം എന്താണ് പല രീതിയിലുണ്ട്. അപ്പോൾ ഫൂട്ടിലോ അല്ലെങ്കിൽ ശരീരത്തിലോ കിട്ടുന്നൊക്കെ മസാജൊക്കെ സ്പായാണ്. സോ ടോയിൽ എന്താണ് സ്ഥലത്ത്, ദ സ്പാ അറ്റ് ടോയ് വാസ് ഇൻ എ ക്വയറ്റ്, വളരെ ശാന്തമായ ബ്യൂട്ടിഫുൾ വില്ലേജിലായിരുന്നു. ഓൺ ദ സീ സറൗണ്ടഡ് ബൈ ദ വുഡഡ് ഹിൽസ്. അതിന് ചുറ്റും എന്തുണ്ട്, മരങ്ങൾ നിറഞ്ഞ ചെറിയ കുന്നുകളുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. അല്പനേരം റെസ്റ്റ് ചെയ്തതിനു ശേഷം കുട്ടികളെയും കൊണ്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്തു, കടലിൽ നീന്താൻ പോയി. ഇറ്റ് വാസ് ഇൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെ ആയിരുന്നില്ല. സോ ദേ വോർ ദെയർ സ്വിം സ്യൂട്ട്സ്. വോർ എന്ന് പറഞ്ഞാൽ ധരിച്ചു, വെയർ ധരിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോർ. അവരുടെ സ്വിം സ്യൂട്ട്സ്, അതായത് നീന്തുമ്പോൾ ധരിക്കുന്ന ആ വസ്ത്രം അവർ അണിഞ്ഞു. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അങ്ങനെ അവർ കാത്തിരുന്ന സ്ഥലത്തെത്തി. എന്താണത്, ഈ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ സീൽ കടലിലുണ്ടായിരുന്ന ആ ഒരു ഹോട്ട് സ്പ്രിങ്, ആ ചൂടുള്ള ഉറവ, നീരുറവ, അത് ഭയങ്കര അൺയൂഷ്വൽ, വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്, അതായത് അതൊരു പ്രത്യേകം കയറോ മറ്റോ കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. അതായത് സീലെ മറ്റ് തണുത്ത വെള്ളവും ആയിട്ട് ഇതിനായിട്ട് സെപ്പറേറ്റ് ചെയ്തിരുന്നില്ല. ഇഫ് യു ക്രൗച്ച് ഡൗൺ, കുനിഞ്ഞാൽ, ക്രൗച്ച് ഡൗൺ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞാൽ, വേർ യു വേർ ടോൾഡ് ദ ഹോട്ട് സ്പ്രിംഗ് വാസ്, ദ ഹോട്ട് വാട്ടർ കെയിം അപ്പ് ടു യുവർ നെക്ക്. അതായത് ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ടൂർ ഗൈഡ് പറഞ്ഞു കൊടുക്കും, ഈ ഭാഗത്താണ് ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ അവിടെയാണ് കുനിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എന്താണ് നല്ല ചൂടുള്ള വെള്ളം കണ്ട് വരും. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്യണം. ഇറ്റ് ഫെൽറ്റ് ലവ്ലി മീൻസ് ബ്യൂട്ടിഫുൾ. അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻ എ ഹോട്ട് ബാത്ത്, ചൂടുവെള്ളത്ത് കുളിക്കുന്ന ഫീലായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോർ വാസ് സോ ഡെസേർട്ടഡ്, ആരുമില്ല, ഒഴിഞ്ഞ പ്രദേശമായിരുന്നു. സോ സീ ഷോർ, കടൽ തീരൊക്കെ ഒഴിഞ്ഞതായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ചില റിസോർട്ടിലൊക്കെ ഉണ്ടാവും പ്രൈവറ്റ് ബീച്ച്, അതായത് റിസോർട്ടിനോട് ചാരിയിട്ട് ബീച്ചിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും, അവിടെ വേറെ ആരും വരില്ല, നമുക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കുളിക്കാം. ഓക്കെ, സോ അതുപോലെ ഒരു പ്രൈവറ്റ് ബീച്ചിൽ പോയ ഫീലായിരുന്നു കുട്ടികൾക്ക്. ദ ചിൽഡ്രൻ റെവൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബേത്തിങ്. സോ റെവൽഡ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തു. കുട്ടികളങ്ങനെ ആകെ എൻജോയ് ചെയ്യണം, റെബൽ ചെയ്യണം. ഓക്കെ, കുട്ടികളങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു, റെവൽ ചെയ്തു. റെവൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. അവരെ എന്താണ് കുളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്തു. വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദ ഈവനിങ്, തിരികെ വീട്ടിലേക്ക് വന്നു ഈവനിങ്ങിൽ. ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ്, വാട്ടറിൽ വെള്ളത്തിൽ കുറേ സമയം നിന്നതിന് ശേഷം തിരികെ വന്നു. ദെയർ ഫിംഗേഴ്സ് വേർ എ മാസ് ഓഫ് റിങ്കിൾസ്, വിരലുകളിലൊക്കെ എന്താ ഒരു കൂട്ടം റിങ്കിൾസ്, ചുളിവ് വന്നു. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കുളത്തിലൊക്കെ കുളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കയ്യിൽ കുറേ സമയം വെള്ളമായി കഴിഞ്ഞാൽ കൈ വിരലുകളിലൊക്കെ എന്താവും, റിങ്കിൾസ്, ചുളിവുകൾ വരും. സോ അങ്ങനെ അവർക്കൊക്കെ ചുളിവുകൾ ഉണ്ടായി. ഈച്ച് നൈറ്റ് വൺസ് ദേ വർ ടക്ഡ് ഇൻ ടു ദെയർ ക്വിൽസ്. ക്വിൽസ് എന്ന് പറഞ്ഞാൽ പുതപ്പിനുള്ളിലേക്ക്, അത് കിടന്നുറങ്ങാൻ പോകുമ്പോൾ, ടക്ഡ് ഇൻ ടു ദെയർ ക്വിൽസ് എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങാൻ പോകുമ്പോൾ
The children took turns telling ghost stories. ചെറിയ കുട്ടികളാകുമ്പോൾ എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കസിൻസൊക്കെ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ എന്താണ് അവിടെ പ്രേതകഥകളൊക്കെ പറയും. സോ ഇവിടെ ഗോസ്റ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രേതകഥകളൊക്കെ പറയും കുട്ടികൾ. ടോട്ടോ ചാൻ ആൻഡ് ദി അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻ. അപ്പോൾ 1 തൊട്ട് 6 വരെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അതിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പെട്ടെന്ന് പേടി വന്നു, ടോട്ടോ ചാനും മറ്റുള്ള 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ. സോ ഗോട്ട് സോ ഫ്രൈറ്റൻ, അവർ ഭയപ്പെട്ടു. ദേ ക്രൈഡ്, അവർ കരഞ്ഞു. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ്, കണ്ണുനീരൊക്കെ ഉണ്ടെങ്കിൽ പോലും ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ. പക്ഷേ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഇനി എന്താ നടന്നത്, അതുകൊണ്ട് ഇനി എന്താ നടന്നതെന്ന് വീണ്ടും അവർ ചോദിക്കും. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. സ്കൂളിലൊക്കെ ഇവർ ക്യാമ്പിംഗ് ഒക്കെ നടത്താറുണ്ട് കുട്ടികൾ, പക്ഷെ അതുപോലൊന്നും അല്ല, ഇത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. There was a forest full of cicadas. സിക്കാഡാസ് എന്ന് പറഞ്ഞാൽ ചിവീട്, ഒരു വിഭാഗം ചിവീടാണ് കേട്ടോ, ഒരു ടൈപ്പ് ചിവീട്. സോ അവിടെ ഫോറസ്റ്റ് ഉണ്ട്, അതിൽ മുഴുവനും ചിവീടായിരുന്നു. ആൻഡ് എ ഷോപ്പ് വേർ യു കുഡ് ബൈ പോപ്സിക്കിൾസ്. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നല്ല ഐസ് ഉണ്ടാവും, നല്ല കോല ഐസ് ഉണ്ടാവുമല്ലോ, സോ അതാണ് പോപ്സിക്കിൾസ്, അതുണ്ടായിരുന്നു. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ബൈ ഓൾ ഹിംസെൽഫ്. അതുപോലെ തന്നെ അവർ ബീച്ചിൽ ഒരാളെ കണ്ടു, അയാൾ എന്താണ് ഒരു വലിയ വുഡൻ ബോട്ട്, മരം കൊണ്ടുള്ള ബോട്ട് നിർമ്മിക്കുന്നുണ്ട്, അയാൾ മാത്രം ഒറ്റയ്ക്ക് ഇരുന്നത് ഉണ്ടാക്കുന്നത് കണ്ടു കുട്ടികൾ. പലതരം കാഴ്ചകളാണ് അവർ കണ്ടത് പറയുന്നത്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ് ആയിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ കുട്ടികൾ ഈ ബോട്ട് ഉണ്ടാക്കുന്ന ആളടുത്തേക്ക് പോകും, ഓരോ ദിവസം എത്രത്തോളം പണി കഴിഞ്ഞു എന്ന് നിങ്ങൾ നോക്കും. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേർലി വുഡ് ഷേവിങ്. സോ നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നതാണ് വുഡ് ഷേവിങ്. അപ്പോൾ ടോട്ടോ ചാൻ എന്ത് ചെയ്തു, അയാൾ ഇതിങ്ങനെ നമുക്കറിയാലോ, ഇത് ആശാരികൾ ഈ ജോലി ചെയ്യുമ്പം അവിടെ ഇതുണ്ടാവും അല്ലേ, ഈ വുഡ് ഷേവിങ് ഉണ്ടാവും. സോ ഈ വുഡ് ഷേവിങ്, ഈ കേളി ചുരുണ്ട ഈ വുഡ് ഷേവിങ് ടോട്ടോ ചാന് അയാൾ കൊടുത്തു. ഹൗ എബൌട്ട് എ സുവനീർ ഫോട്ടോഗ്രാഫ് ആസ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വേർ ടു ലീവ്. അങ്ങനെ അവരെല്ലാം തിരികെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രിൻസിപ്പൽ ചോദിക്കുകയാണ്, ഒരു സുവനീർ ഫോട്ടോഗ്രാഫ്. സുവനീർ എന്ന് പറഞ്ഞാൽ നമ്മൊരു ഓർമ്മക്കായിട്ട് ബാക്കി വെക്കുന്ന സാധനമാണ്. അത് മലയാളത്തിലും സുവനീർ എന്ന് തന്നെയാണ് പറയാറുള്ളത്. സോ ഒരു സുവനീർ, അതൊരു ഓർമ്മക്കായിട്ടൊരു ഫോട്ടോ, എന്താണ് സുവനീർ, ഒരു ഓർമ്മക്കായിട്ട് നമ്മൾ ബാക്കി വെക്കുന്ന എന്തെങ്കിലും സാധനം. സോ ഒരു ഫോട്ടോ എടുത്താലോ എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുക ആസ് എ ഹെഡ് മാസ്റ്റർ വെൻ ദേ വേർ ടു ലീവ്. They had never had a photograph taken of all of them together and the children were excited at the idea. അവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നതിൽ. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദാൻ സമ്മൺ ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിൻസിപ്പൾ ക്യാമറ റെഡി ആക്കിയപ്പോൾ ഒരാൾ ചെയ്തു, നേരെ ടോയ്ലറ്റിലേക്ക് പോയി. അപ്പോൾ ഒരാൾ മിസ്സിംഗ് ആയല്ലോ. ദെൻ someone else had his gym shoes on the wrong feet and had to change them around. അതുപോലെ തന്നെ വേറെ ആളുടെ ഷൂസ് ഇട്ടിട്ടുള്ളത്, കാലിൽ അണിഞ്ഞത് വലതും ഇടതും ഷൂ മാറിപ്പോയി, അപ്പോൾ അതും തിരിച്ചിടണം. അപ്പോൾ സമയം വൈകിയാണ്. വെൻ ഹി ഫൈനലി സെഡ് ഈസ് എവറിത്തിങ് റെഡി. അപ്പോൾ വാഷ്റൂം പോയവർ തിരികെ വന്നു, അതുപോലെ തന്നെ ഷൂ ഒക്കെ നേരെ ഇട്ടു, ഇപ്പോൾ എല്ലാം ഓക്കെ ആണോ. 1 or 2 of the children were lying on the ground. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ അല്ലേ, അവരിങ്ങനെ കുറേ സമയം പോസ് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ ആരൊക്കെ നിലത്ത് കിടക്കാൻ തുടങ്ങി. They had become tired of holding their poses so long. അല്ലേ, ഫോട്ടോക്ക് ഇങ്ങനെ പോസ് ചെയ്ത് നിന്ന് അവരെല്ലാം എന്ത് ചെയ്തു, ആകെ ടയർഡായി. ചെറിയ കുട്ടികളാണ്, 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ്സിലുള്ള കുട്ടികളല്ലേ. സോ ചെറിയ കുട്ടികളാണ്, അവർക്ക് കുറേ സമയം നിൽക്കാൻ കഴിയില്ല, അപ്പോൾ അത്ര അവിടെ നേരത്തെ ഇരിക്കും കിടക്കാനൊക്കെ തുടങ്ങി. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവ്രി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. എല്ലാവരെയും റെഡിയാക്കി നിർത്തി ഫോട്ടോസ് എടുക്കുക ഒരു ബുദ്ധിമുട്ടാണ്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അതൊരുപാട് സമയം എടുത്തിട്ടോ ആ ഒരു പ്രോസസ്സ് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ബട്ട് ദ ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈച്ച് ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി. എല്ലാവർക്കും ഒരേപോലെ അല്ല പോസ് ചെയ്തത്, വ്യത്യസ്തമായ രീതിയിൽ അവരുടെ താല്പര്യപൂർവ്വം അവർ പോസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ കടലും ഉണ്ട്, അതിമനോഹരമായിരുന്നു എന്ന് പറഞ്ഞു. ബിക്കേം എ ട്രഷേർഡ് പൊസഷൻ ഫോർ ഈച്ച് ഓഫ് ദം. അവർക്കെല്ലാവർക്കുള്ള ഒരു ട്രഷേർഡ് പൊസഷനായിട്ട് ആ ഫോട്ടോ മാറി. എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഈസ് വെരി വാല്യൂഡ്, ചെറിഷ്, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി ആ ഫോട്ടോ മാറിയിട്ട്. സോ ട്രഷേർഡ് പൊസഷൻ, വളരെ വില കൊടുക്കുന്ന ഒരു കാര്യമായി ആ ഫോട്ടോ മാറി. ഫോർ ഈച്ച് ഓഫ് ദം
വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. ഒറ്റ നോട്ടത്തിലേക്ക് നോക്കിയാൽ മതി, മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ സഡൻലി തിരികെ വരും, ഓർമ്മകളെല്ലാം തിറകി വരും. സോ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊന്നുമില്ല അവരുടെ അവിടെ പോയതിൻ്റെ, പക്ഷേ ഒറ്റ നോട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മെമ്മറിയും തിരികെ വരും. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. അപ്പം ദാറ്റ് ആദ്യത്തെ അവളുടെ ഒരു ഹാപ്പി സമ്മർ വെക്കേഷൻ ടോട്ടോ ചാൻ ഒരിക്കലും മറന്നതേയില്ല. സോ എന്നെന്നും അവളുടെ മനസ്സിൽ ആ ഒരു വെക്കേഷൻ ഉണ്ടായിരുന്നു. സോ ഇതാണ് ഈ ഒരു സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലെസണുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.